താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് അടിവാരത്ത് വാഹനങ്ങളുടെ നീണ്ട നിര. ചരക്കുമായി പോകുന്ന വലിയ ലോറികളാണ് പിടിച്ചിട്ടിരിക്കുന്നവയിൽ അധികവും. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ KSRTC ബസ്സുകൾ ഉൾപ്പെടെ കുറ്റ്യാടി ചുരം വഴിയാണ് കടന്നുപോകുന്നത്. ഇതോടെ കുറ്റ്യാടി ചുരത്തിൽ വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. അധികാരത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്ന് നോക്കിയിട്ട് എന്താണോ അതിന് വേണ്ടിയെന്ന് വെച്ചാൽ അത് ചെയ്തതിന് ശേഷമേ വണ്ടി കടത്തി വിടൂ എന്നുള്ള റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി നമുക്ക് തന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പോലീസ് ഞങ്ങളോട് പറഞ്ഞത് ഒരു വണ്ടിയും കടത്തി വിടരുത്, ആംബുലൻസ് ഒഴികെയുള്ള ആംബുലൻസ് മാത്രം കടത്തി വിടുക, ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തിയിടുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. കാരണം വെച്ചാൽ അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. പിന്നെ വരുന്ന വാഹനങ്ങളൊക്കെ കുറ്റ്യാടി വഴി കയറി പോവുക, എല്ലാവരും അരീക്കോട് ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ താമരശ്ശേരി നാടുകാണി വഴിയും കയറിയിട്ട് യാത്ര പോകണമെന്നാണ് നമുക്ക് ഇതിൽ കൂടെ അറിയിക്കാനുള്ളത് വിഷയം. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇന്ന് ദുരന്ത നിവാരണ വിഭാഗം സുരക്ഷാ പരിശോധന നടത്തും. റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും പാറയും ഭാഗികമായി നീക്കം ചെയ്തു. ആംബുലൻസ് ഉൾപ്പെടെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ് 9-ാം വളവിലാണുള്ളത്. ഇംതിയാസ്, ഭാഗികമായി എപ്പോഴത്തേക്ക് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ, ഭാഗികമായി എങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? മൂത്തി താമരശ്ശേരി ചുരത്തിൽ 9-ാം വളവിലേക്ക് വീണ പാറക്കല്ലുകൾ ഇവിടെ നിന്ന് മാറ്റുന്ന പ്രവർത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, JCBയിൽ കംപ്രസർ ഘടിപ്പിച്ച് നേരത്തെ തന്നെ വീണ പാറക്കല്ലുകളെല്ലാം കഷ്ണങ്ങളാക്കി മാറ്റി, പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി ലോറിയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ പൂർണ്ണമായും ഇത് ഒരു പക്ഷേ 2, 4, 5, 6 ലോണൊക്കെ അടിക്കേണ്ടി വരും. ആ രീതിയിൽ കല്ലുകളൊക്കെ പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ഇത് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. അത് ഒരു ഉച്ചവരെയെങ്കിലും സമയം വേണ്ടിവരുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതിന്റെ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അതിന്റെ മുകളിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് ബാക്കി ചെറിയ കല്ലുകളൊക്കെ. തീർച്ചയായിട്ടും അവിടെ ഗതാഗത തടസ്സം ഉള്ളത്, ഗതാഗത നിരോധനമുള്ളത് ഭാഗ്യമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ ഇനിയും ഏറെ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഏറെ ലോഡ് പാറകൾ അവിടുന്ന് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകൂ എന്നാണ് ഇംതിയാസ് പങ്കുവയ്ക്കുന്നത്. ഇടവേള എടുക്കാം, തിരിച്ചു വരാം വാർത്തകളിലേക്ക്. ഓണവില്ല് ബ്രോട്ട് യു ബൈ സൈക്കിൾ പ്യുവർ അഗർബത്തി. അഗർബത്തി എന്നാൽ സൈക്കിൾ, സൈക്കിൾ എന്നാൽ ക്വാളിറ്റി. തിരുവോണം നാളിലാണ് തൃക്കാക്കരയപ്പനെ വെച്ച് പൂജിക്കുക. നാക്കിലയിട്ട് അതിനു മുകളിൽ പീഠം വെച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വെക്കും. ഇതിന് മാദേവരെ വെക്കുക എന്നും പറയാറുണ്ട്. തൃക്കാക്കരയപ്പൂ പടിക്കലും വായോ, ഞാനിട്ട പൂക്കളം കാണാനും വായോ എന്ന് പറഞ്ഞ് ഇതോടൊപ്പം ആർപ്പു വിളിക്കലും ഒരു പതിവാണ്. വെക്കുന്ന എണ്ണത്തിലും ആകൃതിയിലുമൊക്കെ വ്യത്യാസമുണ്ടായാലും തിരുവോണത്തിന് തൃക്കാക്കരയപ്പനെ വരവേറ്റ് പൂജിക്കുക എന്ന സങ്കല്പം കേരളത്തിൽ എല്ലായിടത്തും ഒന്ന് തന്നെ. ഗോബോ നന്ദിര ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ഗോബോ നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. സല്യൂട്ട് സർ, താങ്കൾ രാജ്യരക്ഷയ്ക്കായി ജീവൻ കൊടുക്കുന്ന ആളല്ലേ? നിങ്ങളോ? വീടുകളിൽ വയറിംഗ് ചെയ്യുന്നു. ഈ ബീം ടെക്നോളജിയിൽ നിർമ്മിച്ചത്. തീ പിടിക്കില്ല, ഉരുകില്ല, എല്ലാവരെയും രക്ഷിക്കും. ഞങ്ങൾ അതിർത്തിയിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾ രാജ്യത്തിനുള്ളിലും. ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. അപാർ അണുശക്തി ഫയർ പ്രൊട്ടക്ട് വയർ. അപാർ, രാജ്യത്തിന്റെ വയർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റെബിലൈസറിന്റെ ചെലവ്? ഇത് ടോപ്പ് ആൻഡ് LED ടിവിയാ. സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല. അതെയോ? അപ്പൊ ഇതിന്റെ ആവശ്യം വരും. ഇത്ര വില പിടിച്ച TV വാങ്ങിയിട്ട് സ്റ്റെബിലൈസർ വേണ്ടെന്നോ? അപ്പൊ പിന്നെ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടി വരില്ലേ? ഒരൊറ്റ ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ വില പിടിച്ച LED ടിവിയുടെ പാർട്സ്